കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഓണം നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഞങ്ങൾക്ക് കുറേ ഫാമിലി ഉണ്ട് നമ്മുടെ വീടിന് ചുറ്റിലും. അപ്പോൾ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു വീട്ടിലാണെങ്കിൽ രാത്രി ഒരു വീട്ടിൽ. അപ്പോൾ ഇന്ന് ചെറിയ ഓണത്തിന് നമ്മൾ രാത്രി നമ്മുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ കൂടി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണേ. നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത് നോക്കട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ആൾക്ക് ചെറിയൊരു പണിയുണ്ട്. കുഞ്ഞുഷിനെ പനിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മുത്തിന്. ലെനനോ അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കുടിച്ച് ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേഷനിലേക്ക് പോവാം. അമ്മേൻ്റെ മുടി വന്നു. കേട്ടോ ഇവിടെ വെക്കും. സൂപ്പർ. ലാസ്റ്റ് വേണം ഒന്നും ഇവിടെ പോയാ അപ്പം മുകളിൽ നമ്മളിങ്ങനെ ഇതാ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ചെട്ടിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ചെട്ടിപ്പൂക്കളാണ്. വലിച്ചാൽ പോരെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേറെ സ്ഥലത്ത് വെക്കാം. വേണ്ട വേണ്ട വാ. നമ്മളിതാ ഡോറിൻ്റെ 2 വശത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഒന്നിവിടെ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങൾ ലെഗോണാണ് വാങ്ങിക്കാറ്. ഇന്നെന്താ ബ്രോയിലറാണ് കിട്ടിയത്. സാധാരണ ഞങ്ങൾ ലെഗോണാണ് കേട്ടോ വാങ്ങിക്കാറ്. ഇന്ന് ബ്രോയിലറാണ്. എന്താ തീർന്നു പോയതോ എന്തോ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാൻ. ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അടുക്കള എന്തും ക്ലീൻ അല്ല കേട്ടോ, നോക്കണ്ട, പണിത്തിരക്ക. പിന്നെ ഇത് നമുക്ക് സംഘത്തിൻ്റെ വക കിട്ടിയ കിറ്റാണ്. കുറേ സാധനമുണ്ട് കേട്ടോ ഇതിൽ. ശർക്കര ഉണ്ട്, കടലുണ്ട്, മമ്പയറുണ്ട്, ജീരകം, പുളി, വെളുത്തുള്ളി, പഞ്ചസാര, ചെറുപയർ, അങ്ങനെ കുറേ സാധനമുണ്ട്. പിന്നെ പാലട ഇത് വെച്ചാൽ തികയില്ല കേട്ടോ, അതിനോട് ഞാൻ ഇത് വെക്കുന്നില്ല എന്ന്. പിന്നെ എന്തിപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണോ അറിയില്ല. പിന്നെ ഉള്ളി, ഉപ്പുപൊടി, നെയ്ച്ചോറിൻ്റെ അരി കേട്ടോ. ഇത്രയും സാധനങ്ങളുണ്ട്. വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എത്താൻ വൈകും കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് ചിക്കൻ കറിയിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടില്ലേ. വിളക്ക് കത്തിക്കാനേ നമ്മൾ 6:30 6:15 എന്നിട്ട് കറീൻ്റെ ഇതിലൊക്കെ പോവാമെന്ന് വിചാരിച്ചു. നമ്മളവിടെ അമ്മ കൊണ്ട് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് കേട്ടോ വയ്ക്കാറുണ്ട്. അതിനോട്ടേക്ക് പാപ്പി വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് കാണിച്ചെടുക്ക്. തിരിച്ചു പിടിക്കണേ, ഫ്രണ്ട് കാണിച്ചെടുക്ക്. നെയ്ച്ചോറിന് വേണം, ചിക്കൻ കറിക്ക് വേണം കേട്ടോ ഉള്ളി. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ ഉള്ളി അരിയൽ. വേറെ എന്തായാലും കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം നമ്മളെ ഉള്ളി മണക്കും. പിന്നെ കരച്ചിലാണ്. ഉള്ളി അരിഞ്ഞ് തുടങ്ങുന്ന മുതൽ തീർന്നവരെ കരച്ചിലായിരിക്കും.
എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് കേട്ടോ. ഉണ്ട് അനിയൻ്റെ വൈഫുണ്ട് കേട്ടോ സഹായിക്കേ. കാണിച്ചു കൊടുത്തോളാ. ആരും വന്നില്ല, വരാനാവുന്നേ ഉള്ളൂ. എല്ലാവരും പഠിക്കൊക്കെ പോയത് കൊണ്ട് കുറച്ച് ലേറ്റ് ആവേ. എച്ചമണി എച്ചു ഹോട്ടല്ല വീഡിയോ. കുട്ടി എന്താ പറയുക ഒളിഞ്ഞു നോക്കുന്നു ഗൈസ്. ഇല്ല എന്തേ ചേട്ടാ ചേട്ടാ ആശയുടെ കറുത്തെടുക്കുന്നുണ്ട് ആ വെളിച്ചത്തില്. ആശയുടെ അതല്ല വെളിച്ചായിട്ടാ. ഇത് രൂപേഷൻ്റെ അനിയനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുണ്ട്. പിന്നെ പറയണ്ട, അവിടെ ബഹളമായിരിക്കും കേട്ടോ, നല്ല രസമാണ്. ഇത് ഞങ്ങളുടെ ഗ്യാങ്. മുകളിലുണ്ട് രൂപേഷൻ്റെ ഗ്യാങ് കേട്ടോ. വേറൊരു ടീംസ് കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഈ കാണുന്ന ടീംസ് കഴിച്ചിട്ട് വേണം കേട്ടോ അടുത്ത ടീംസിന് ഇരിക്കാൻ. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഞങ്ങളൊക്കെ അത് ഒരിക്കലും തീരില്ല. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ. അപ്പം നമ്മളെ ഈ 2025 ഈ കൊല്ലത്തെ ഓണം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഭാഗ്യങ്ങളുടെയും ഒരു ഓണം ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.